ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഇഫ് എക്സ് ഈസ് പ്രഷർ ഓഫ് ഓക്സിജൻ എൻക്ലോസ്ഡ് ഇൻ റൈറ്റ് ലിംബ് ആൻഡ് വൈ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദെൻ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും കറക്റ്റ്? ഇത് കാണുമ്പോൾ തന്നെ അറിയാം. എന്താ നോക്കിയേ, വൈ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ക്ലോസ് ചെയ്തേക്കുന്ന ഓക്സിജൻ്റെ പ്രഷറാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ ഓക്സിജൻ ഇങ്ങനെ തള്ളി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണുമ്പോൾ അറിയാമല്ലോ, ഈ ഓക്സിജൻ തള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്തുള്ള ലിക്വിഡിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്തിട്ടുണ്ട് അല്ലയോ? ഒരു എച്ച് ഹൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ഒന്ന് പൊക്കിയിട്ടുണ്ട്. ഈ എച്ച് ആലോചിക്കേണ്ട, ഈ എച്ച് അവർ ചുമ്മാ തെറ്റിക്കാനൊക്കെ പറഞ്ഞേക്കുന്ന, അതിനെക്കുറിച്ച് നോക്കിയേ വേണ്ട. എന്തായാലും നമുക്കറിയാം എച്ച് എന്ന് പറയുന്ന ആ പ്രഷർ, റൈറ്റ് ലിംബിലെ പ്രഷർ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പ്രഷർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എച്ച് ഹൈറ്റിൽ ലെഫ്റ്റ് ലിംബിൽ ആ ലിക്വിഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്? റൈസ് ചെയ്തിട്ടുണ്ട് അല്ലയോ? സോ ഇവിടുന്ന് എക്സ് തള്ളുന്നുണ്ട്, ഇവിടുന്ന് വൈ തള്ളുന്നുണ്ട്. സോ ഈ വൈ തള്ളുന്നതിനേക്കാൾ കൂടുതൽ ആര് തള്ളുന്നുണ്ട്? എക്സ് തള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ലെഫ്റ്റ് സൈഡിലെ ആ ലിംബി എന്ത് ചെയ്തത്? ആ ലിക്വിഡ് ഒന്ന് റൈസ് ചെയ്തത്. നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അല്ലയോ? സോ ഉറപ്പായിട്ട് ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും എന്തെന്ന് കൂടുതൽ. സോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ നമുക്കത് ഈസി ആയിട്ട് പറയാം. ഇനി ഇതാ നോക്കിയാൽ ഇത് പാസ്കൽസ് ലോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്കറിയാം ഒരു എച്ച് ഹൈറ്റിലുള്ള, അതാ നോക്കിയേ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെല്ലാം എന്തായിരിക്കും? പ്രഷർ സെയിം ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? പാസ്കൽസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാമോ? ഈ പോയിന്റിലെ പ്രഷർ, ഈ പോയിന്റിനെ 1 എന്ന് വിളിച്ചോ, ഈ പോയിന്റിനെ 2 എന്ന് വിളിച്ചോ. P1 എന്ന് പറയുന്ന പ്രഷർ എന്തായിരിക്കും? P1 ഈസ് ഈക്വൽ ടു ഈ കുഞ്ഞ് ഹൈറ്റ്, ഈ ഹൈറ്റ് ആലോചിക്കുകയേ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അത് നമ്മളെ തെറ്റിക്കാൻ തന്നിരിക്കുന്നതാണ്. ഓക്കെ, സോ ലിക്വിഡ് എത്ര ഹൈറ്റിലുണ്ടെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ലിക്വിഡ് എത്ര ഹൈറ്റിലുണ്ടെന്ന് മാത്രം ആലോചിച്ചാൽ മതി. സോ P1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എച്ച് റോ ജി എന്ന് എഴുതാം. ഓക്കെ, എച്ച് റോ ജി എന്ന് എഴുതാം. പ്ലസ് എന്തുകൊണ്ട്? ഈ എക്സ്റ്റേണൽ പ്രഷറുണ്ട്, അറ്റ്മോസ്ഫിയർ പ്രഷർ, അതായത് വൈയും ഉണ്ട്. P2ൻ്റെ കേസിലാണെങ്കിലോ, P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? P2 എന്ന് പറയുന്നത് എക്സ് മാത്രമല്ലയോ? ഈ ഓക്സിജൻ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് എക്സ് മാത്രമാണ്. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ് P1 എന്ന് പറയുന്ന പ്രഷർ വൈയുടെ കൂടെ ആരും കൂടെ ഉണ്ട്? എച്ച് റോജിയും കൂടെ ഉണ്ട്. പക്ഷേ P2 എന്ന് പറയുന്ന പ്രഷർ ആര് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. സോ ഉറപ്പായിട്ടും കാണുമ്പോൾ മനസ്സിലായി എക്സ് ആണ് എന്തോന്ന്? വൈയേക്കാൾ വലുത്. ഓക്കെ, സോ P1ഉം P2 ഈക്വലാണ്. അതായത് ഈ പ്രഷർ എന്താ? ഈക്വലാണ്. ഈ പ്രഷർ എത്ര? എക്സാ. ഈ എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൈയുടെ കൂടെ ഒരു എച്ച് റോജിയും കൂടെ ആഡ് ആയാലേ എക്സ് കിട്ടത്തുള്ളൂ നമുക്ക്. ഓക്കെ, സോ ഇങ്ങനെ പാസ്കൽസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് പറയാം. അപ്പോൾ പാസ്കൽസ് ലോ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം അത് പറഞ്ഞത്. ലോജിക്കലി ജസ്റ്റ് ആലോചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാവുന്ന പ്രോബ്ലം ഇത്. ഓക്കെ, അങ്ങനെ ഏതാ നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്ലോസ്ഡ് കണ്ടെയ്നർ ഫിൽഡ് വിത്ത് വാട്ടർ ടു ഇറ്റ്സ് full length h. X is the point at h/3 level from ground. Y is the point 2h/3 level from the ground. Pressure difference between x and y is initially P. Then extra force of 20 Newton is applied on the top. Then pressure difference between them becomes x into P. Then the value of x. Okay, സോ ഇത് ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഈസി ക്വസ്റ്റ്യനാ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാ. ഡയറക്റ്റ് ആൻസർ ചെയ്യാം. ഓക്കെ, പ്രഷർ ഡിഫറൻസ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും, അതായിരിക്കും ആൻസർ. ഓക്കെ, നമുക്കറിയാം. കാരണം എന്താ? അതാണ്ട് 1 എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, 2 എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടുത്തെ പ്രഷർ P1, ഇത് P2. ഓക്കെ, പ്രഷർ ഡിഫറൻസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? P. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? P എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ? P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അന്നേരം P2 മൈനസ് P1 ആയിരിക്കും. പ്രഷർ ഡിഫറൻസ് ആയിരിക്കും P2 മൈനസ് P1 ആയിരിക്കും. ഇനി ഞാൻ പറയാം, ഒരു എക്സ്റ്റേണൽ 20 ന്യൂട്ടൺ ഞാൻ കൊടുത്തു. അപ്പോൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് എന്താവും? ഫോഴ്സ് ഇതാണ്ട് ഈ സിലിണ്ടറിന് ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക കണ്ടെയ്നറിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ഇത് എന്ത് കിട്ടും? ഒരു പ്രഷർ കിട്ടും. നമുക്ക് ഏരിയയുടെ വാല്യൂ ഒന്നും വേണ്ട. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക? 20 ന്യൂട്ടൺ കൊടുത്ത് എന്തായാലും എന്ത് കിട്ടി? അവിടെ ഒരു പ്രഷർ കിട്ടിയെന്ന് നമുക്കറിയാം. സോ ഈ പ്രഷർ P1ലും സെയിം ആയിട്ട് ആക്ട് ചെയ്യും, P2ലും എന്ത് ചെയ്യും? സെയിം ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇനി പുതിയ പ്രഷർ ഡിഫറൻസ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. പുതിയ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ P2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P2 പ്ലസ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് P അല്ലയോ, മൈനസ് P1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ P1 ആൾറെഡി ആദ്യം ഉണ്ടായിരുന്ന P1 അതിൻ്റെ കൂടെ ഇപ്പോൾ എന്തും കൂടെ കിട്ടി? എക്സ്റ്റേണൽ പ്രഷറും കൂടെ കിട്ടി അല്ലയോ? സോ P1 പ്ലസ് P എക്സ്റ്റേണൽ. ഓക്കെ ആണോ? സോ പുതിയ പ്രഷർ ഡിഫറൻസ് എന്തായിരിക്കും? P2 പ്ലസ് P മൈനസ് P1 മൈനസ് P. സോ ശരിക്കും പറഞ്ഞാൽ Pയും P എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. P2 മൈനസ് P1 എന്ന് തന്നെ വരും. അതായത് എന്താ? പ്രഷർ ഡിഫറൻസ് ഇല്ല. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഇത്ര ആലോചിച്ചാൽ മതി. എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുക. ആ പ്രഷർ എവിടെ കിട്ടും? P1ലും കിട്ടും,
P2ലും കിട്ടും. ഒരേപോലല്ലേ കിട്ടുന്നത്. എക്സ്റ്റേണലി എത്ര പ്രഷർ കിട്ടിയോ P1ലും P2ലും എന്ത് ചെയ്യും, ആ സെയിം പ്രഷർ തന്നെയായിരിക്കും കിട്ടുന്നത്. നമുക്കറിയാലേ, നമ്മൾ പാസ്കൽസിലോ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു. അങ്ങനെ നമുക്കറിയാം P1ലും P2ലും ഉണ്ടാകുന്ന വ്യത്യാസം, ആ എക്സ്റ്റേണൽ പ്രഷർ സെയിം ആയിട്ട് തന്നെ കിട്ടുന്നത്. സോ പ്രഷർ ഡിഫറൻസ് അന്നേരം എന്ത് ചെയ്യത്തില്ല, പിന്നെ മാറത്തില്ല. ആദ്യം എന്തായിരുന്നോ പ്രഷർ ഡിഫറൻസ്, ആ പ്രഷർ ഡിഫറൻസ് തന്നെ കാണത്തുള്ളൂ. കാരണം എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന പ്രഷർ ആർക്ക് കിട്ടും, ഇവനും ഒരുപോലെ തന്നെ കിട്ടുന്നത്. സോ പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്യത്തില്ല, വ്യത്യാസം വരത്തില്ല. ചെയ്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ലോജിക്കലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ തിയറം അറിയാമെങ്കിൽ, ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അങ്ങനെ ഇതാ നോക്കിയാൽ ഇവിടെ കണ്ടോ, ഇവിടെ H/3 ലെവലിലാണ്, 2H/3 ലെവലിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ. ഇവിടെ നമുക്ക് പ്രഷർ ഡിഫറൻസ് ഇല്ലല്ലോ. പുതിയ പ്രഷർ ഡിഫറൻസ് H/P ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രഷർ ഡിഫറൻസ് ഇല്ല. സോ Hന്റെ വാല്യൂ എന്തായിരിക്കും, 1 തന്നെയായിരിക്കും. Hന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും അല്ലയോ. പ്രഷർ ഡിഫറൻസ് ഇല്ല. പുതിയ പ്രഷർ H/P. പഴയത് എന്ത് തന്നെയാണ്, പ്രഷർ ഡിഫറൻസ് P തന്നെയാണ്. സോ H/Pയും Pയും എന്ത് തന്നെയാണ്, ഈക്വലാ. സോ Hന്റെ വാല്യൂ എന്താ, 1. ഓക്കെ. സോ അതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. Hന്റെ വാല്യൂ ആയിരുന്നു കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞേക്കുന്നത്, പ്രഷർ ഈസ് ആൾവേസ് കംപ്രസീവ് ഇൻ നേച്ചർ. ഓക്കെ. കേൾക്കുമ്പോൾ തന്നെ അറിയാതെ എന്താ തെറ്റാ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ഏരിയ. ആ ഫോഴ്സ് എങ്ങനെ ആയിരിക്കാം, ഫോഴ്സ് കംപ്രസീവ് ഫോഴ്സും ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പാൻസീവ് ഫോഴ്സും ആയിരിക്കാം. നിങ്ങൾ ഇതാണ്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ബലൂൺ ഊതുന്ന ആലോചിച്ചാൽ മതി. ഇന്റേണൽ പ്രഷർ എപ്പോഴും എന്തായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തല്ല, ശരിയല്ല, തെറ്റാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്രസീവ് ആയിരിക്കാം, അത് അല്ലെങ്കിൽ അത് എന്തായിരിക്കാം, എക്സ്പാൻസീവ് ഫോഴ്സ് ആയിരിക്കാം. സോ പ്രഷർ ഈസ് ആൾവേസ് കംപ്രസീവ് ഇൻ നേച്ചർ, അത് ഫാൾസ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ പ്രഷർ ഇൻ മൂവിംഗ് ഫ്ലൂയിഡ് ഈസ് സെയിം അറ്റ് ആൾ പോയിന്റ്സ് വിച്ച് ആർ പ്രസന്റ് അറ്റ് സം ഹൈറ്റ്. ഓക്കെ. അപ്പോൾ അതാണ്ട് ഒരു അറ്റ് ഹൈറ്റ്, സം ഹൈറ്റിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ പ്രഷർ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്ന് പറയുന്നത്. എങ്ങനെ, മൂവ് ചെയ്യുകയാണെങ്കിലും നമുക്കറിയാം, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ സെയിം തന്നെയായിരിക്കും. പക്ഷേ ആക്സലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തല്ല, സെയിം അല്ല. നമ്മളത് കണ്ടായിരുന്നില്ലേ, ഒരു കണ്ടെയ്നർ മൂവ് ചെയ്യുമ്പോൾ താണ്ട് ഇങ്ങനെ ചരിയുമ്പോഴത്തേക്കും താണ്ടെന്ന് നോക്കിയേ, ഈ പോയിന്റിലേക്ക് പ്രഷർ സെയിം ആണോ, സെയിം അല്ല. ഓക്കെ. കാരണം ഈ പോയിന്റിൽ നമുക്ക് ഇത്രയും ലിക്വിഡ് കോളം ഉണ്ട് പ്രഷർ കൊടുക്കാൻ, ഇവിടെ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രഷർ എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. അതിപ്പോൾ ആക്സലറേഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും വേരി ചെയ്യും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല, കണ്ടോ, അക്കോർഡിംഗ് ടു പാസ്കൽസ് ഓഫ് പ്രഷർ ഇൻ മൂവിങ് ഫ്ലൂയിഡ്. ഇവിടെ മൂവിങ് ഫ്ലൂയിഡിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ശരിയാണെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇതിവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതെന്താ, തെറ്റാ. സോ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം എന്ത് തന്നെയാണ്, ഫോൾസ് തന്നെയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഫോൾസ്. ഓക്കെ. സോ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ആൻ ഓപ്പൺ ട്യൂബ് കണ്ടെയ്ൻസ് മെർക്കുറി വെൻ 13.6 centimeter of water is poured into one of the arms of the tube, then the mercury rise in the other arm from its initial level is h/2 centimeter, then the value of h is. ഓക്കെ. എന്താ പറഞ്ഞേക്കുന്നത്, നമുക്കൊരു മാനോമീറ്റർ ഉണ്ടായിരുന്നു. ആ മാനോമീറ്റർ എന്തുണ്ടായിരുന്നു, ആ മാനോമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, 13 പോയിന്റ്. ഇനിഷ്യലി അതിൽ ആര് കിടപ്പുണ്ടായിരുന്നു, ഇനിഷ്യലി അതിൽ മെർക്കുറി കിടപ്പുണ്ടായിരുന്നു അല്ലേ, മെർക്കുറിയാണ് കിടക്കുന്നത്, മെർക്കുറി കിടപ്പുണ്ടായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു, ഒരു വാട്ടർ ഒഴിക്കാൻ പോവുക. ഇതിനകത്ത് എന്ത് ഒഴിക്കാൻ പോവുക, വാട്ടർ ഒഴിക്കാൻ പോവുക. വാട്ടർ ഒഴിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ മെർക്കുറി എന്ത് ചെയ്തു, ഇച്ചിരി റൈസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ഒരു h/2 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തു, അതൊന്ന് റൈസ് ചെയ്തു അല്ലയോ. ഈ വാട്ടർ എവിടം വരെ ഒഴിച്ചു, വാട്ടർ 13.6 സെൻറ്റിമീറ്റർ വാട്ടർ ഒഴിച്ചു. അപ്പോൾ 13.6 സെൻറ്റിമീറ്റർ വാട്ടർ ഒഴിച്ചപ്പോൾ അത് ഇനിഷ്യൽ ലെവലിൽ നിന്ന് എന്ത് ചെയ്തു, h/2 റൈസ് ചെയ്തു. ഓക്കെ. ഇനിഷ്യൽ ലെവലിൽ നിന്ന് h/2 റൈസ് ചെയ്തു. അപ്പോൾ ഇത് h/2 റൈസ് ചെയ്തെങ്കിൽ ഇത് എത്ര താഴോട്ട് പോയി കാണും, h/2 താഴോട്ടും പോയി കാണും. ഓക്കെ. ഇനിഷ്യൽ ലെവലിൽ നിന്ന് ഈ മെർക്കുറി എന്ത് ചെയ്തു, h/2 താഴോട്ട് പോയി. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്തു, h/2 മുകളിലോട്ട് വന്നു. അപ്പോൾ പടത്തിൽ ഇത് രണ്ടും ഒരേ ലെങ്ത് പോലെ ഇരിക്കത്തില്ല, പക്ഷേ സെയിം ആണ്. ഓക്കെ. സോ നമുക്കറിയാം, ഇനിഷ്യലി ഇവിടെ ഇങ്ങനെ ഇരുന്നായിരുന്നു ഇവന്മാർ അല്ലയോ. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, h/2 ഇത് താഴോട്ട് പോയി. അപ്പോൾ ഈ h/2 എന്ത് ചെയ്തു, മുകളിലോട്ട് റൈസ് ചെയ്തു. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താ, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ എളുപ്പമായി. ഈ പ്രോബ്ലം വരുമ്പോഴത്തേക്കും എന്താണ്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, ഒരേ ലെവലിലായിരുന്നു, വെള്ളം ഒഴിച്ചു, ഇത് എത്ര താഴോട്ട് പോയി, അത്രയും തന്നെ എന്ത് ചെയ്തു, ഇത് മുകളിലോട്ട് പോയി. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെ ഇതാണ്ട് നിങ്ങൾ അടുത്ത ആലോചിക്കണം. നമുക്കറിയാം പാസ്കൽസ് ലോ അറിയാം. അതാണ്ട് ഈ പോയിന്റിലെ പ്രഷറും
ഈ പോയിന്റിലെ പ്രഷർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അത് നമുക്കറിയാമല്ലോ. ഈ പോയിന്റിലെ പ്രഷർ എന്താ? P1 എന്ന് വിളിച്ചു, P1. ഈ പോയിന്റ് 1 എന്ന്, ഈ പോയിന്റ് 2 എന്ന് വിളിച്ചു. P1 എന്ന് പറയുന്ന പ്രഷർ എന്താ? P1 ഈസ് ഈക്വൽ എന്താ? 13.6 ഇൻറ്റു അല്ലയോ എച്ച് റോ ജി അല്ലയോ, അതായത് 13.6 ഇൻറ്റു റോ ഓഫ് വാട്ടർ അല്ലയോ ഇവിടെ? വാട്ടർ. ഓക്കെ, ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര? നമ്മളിവിടെ സെൻറ്റിമീറ്റർ അല്ലേ ഉപയോഗിക്കുന്നത്. സോ ഞാൻ ഡെൻസിറ്റിയുടെ കേസ് എന്ത് CGS സിസ്റ്റം യൂസ് ചെയ്യാൻ പോവുക. നമുക്കറിയാം CGS സിസ്റ്റത്തിൽ എത്ര? 1 gram per centimeter cube. ഓക്കെ, സോ എച്ച് റോ ജി. ഇതേ പ്രഷർ തന്നെ ആയിരിക്കും P2ലും അല്ലയോ? P1ഉം P2ഉം ഈക്വൽ ആയിരിക്കും. P1ഉം P2ഉം ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഒരേ ഹൊറിസോണ്ടൽ ലൈനിലുള്ള 2 പോയിന്റുകളല്ലയോ പാസ്കൽസിലോ. സോ P2 എന്ന് പറയുന്ന പ്രഷർ എന്തായിരിക്കും? P1ഉം P2 ഈക്വൽ ആയിരിക്കും. P2 എന്ന് പറയുന്ന പ്രഷർ എന്തായിരിക്കും? ഇത്രയും ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്? തള്ളുന്നുണ്ട് അല്ലയോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടെയും കിട്ടുന്നുണ്ട്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട? 2 സൈഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട്. അതിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഗേജ് പ്രഷർ മാത്രം എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇത് ഇവിടെയുണ്ട്. സോ രണ്ടും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും ഇൻഎഫക്റ്റീവായിട്ട്. സോ അതെന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ P2 എന്ന് പറയുന്ന പ്രഷർ ആരാ കൊടുക്കുന്നത്? ഈ ലിക്വിഡാണ് കൊടുക്കുന്നത് അല്ലയോ. ഈ ലിക്വിഡാണ് എന്ത് ചെയ്യുന്നത്? P2 എന്ന് പറയുന്ന പ്രഷർ കൊടുക്കുന്നത്. സോ ഇത് എത്ര ഹൈറ്റ് ഉണ്ട്? ഇത് h/2 ആണ്. ഇതും എത്ര തന്നെ? h/2 തന്നെ. സോ ടോട്ടൽ ഹൈറ്റ് എത്ര? h ഹൈറ്റ് ഉണ്ട്. സോ ഹൈറ്റ് എത്ര? h. ഡെൻസിറ്റി എത്ര? ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്ര? ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6. ഓക്കെ, 13.6 ഇൻറ്റു ജി, എച്ച് റോ ജി. ഓക്കെ, P1ഉം P2 ഈക്വൽ ആണെന്നറിയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 13.6 ഇൻറ്റു 1 ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു h ഇൻറ്റു 13.6 ഇൻറ്റു ജി. ജിയും ജിയും ക്യാൻസൽ ചെയ്യും. 13.6 ക്യാൻസൽ ചെയ്യും. h ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ 13.6 സെൻറ്റിമീറ്റർ ലിക്വിഡ് വെള്ളം ഒഴിക്കാമെങ്കിൽ ഈ ഇതെന്ത് ചെയ്യും? മെർക്കുറി എന്ത് ചെയ്യും? മെർക്കുറി 1/2 എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ എത്ര? എച്ചിൻ്റെ വാല്യൂ 1. ഓക്കെ, സോ അങ്ങനെ ഇതാ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A barometer kept in an elevator reads 76 centimeter of mercury when the elevator is at rest. Okay, elevator റെസ്റ്റിലായിരിക്കുമ്പോൾ 76 centimeter of mercury റീഡ് ചെയ്തു. If the elevator goes upward with some acceleration, the reading of the barometer will be. Okay, നമുക്കറിയാം ബാരോമീറ്റർ എന്താ? ബാരോമീറ്റർ എന്ന് പറയുന്ന സാധനം എന്താ? ബാരോമീറ്റർ എന്ന് പറയുന്ന സാധനം അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലയോ. അതാണ്ട് ഇതേപോലെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് കാണും. അതിനകത്തൊരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ഈ ലിക്വിഡ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ പ്രഷർ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ ലിക്വിഡ് ഇങ്ങനെ റൈസ് ചെയ്യും. ഇതിനകത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. അങ്ങനെ നമുക്കറിയാം ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്താൽ അത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും? പ്രഷർ സെയിം ആയിരിക്കും. സോ ഇവിടുത്തെ പ്രഷർ എന്താ? ജസ്റ്റ് ആ ലിക്വിഡിൻ്റെ സർഫസിലുള്ള പ്രഷർ എന്ത് തന്നെ? അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെ അല്ലയോ. സോ P0 എന്ന് പറയുന്ന പ്രഷർ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? അത് P0 തന്നെ ആയിരിക്കും. ഈ പ്രഷർ എങ്ങനെ നമുക്ക് കിട്ടും? അതുകൊണ്ട് ഇതൊരു h ഹൈറ്റ് അല്ലയോ ഈ ലിക്വിഡ് റൈസ് ചെയ്തത്. സോ നമുക്ക് എന്ത് പറയാം? P0 എങ്ങനെ കിട്ടും? P0 ഈസ് ഈക്വൽ ടു h റോ അല്ലയോ. ഈ ലിക്വിഡ് ഏതാണോ അതിൻ്റെ ഡെൻസിറ്റി h റോ ജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? P0 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് എത്ര ഹൈറ്റിൽ ഈ ലിക്വിഡ് റൈസ് ചെയ്യുന്നതെന്ന് കണ്ടാൽ മാത്രം മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? അറ്റ്മോസ്ഫിയർ പ്രഷർ കണ്ടുപിടിക്കാൻ. സോ P0 ഈസ് ഈക്വൽ എന്ത് കണ്ടുപിടിക്കാം? h റോ ജി എന്ന് കണ്ടുപിടിക്കാം. അതായത് ഒരു ബാരോമീറ്ററിൻ്റെ ഗേജ് പ്രഷർ നമുക്ക് ആരെ തരും? നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ തരും. ഓക്കെ ആണോ? ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ കണ്ടുപിടിക്കുക. ഇതാണ് ബാരോമീറ്റർ. ഇത് റെസ്റ്റിലായിരിക്കുമ്പോൾ h എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? h 76 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്ത് ചെയ്യാൻ പോകും? ഒരു A ആക്സിലറേഷനിൽ മേളിലോട്ട് പോകാൻ പോവുക. A ആക്സിലറേഷനിൽ മേളിലോട്ട് പോയാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? നമ്മളിത് കണ്ടിട്ടുള്ളതല്ലേ. നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ആ തിയറി ഒന്ന് പറഞ്ഞ സമയത്ത് നമ്മളിത് കണ്ടതല്ലയോ. ഒരു A ആക്സിലറേഷനിൽ മേളിലോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ ഈ ഗേജ് പ്രഷർ P എങ്ങനെ മാറും? അല്ലെങ്കിൽ ആ ഗേജ് പ്രഷർ എങ്ങനെ മാറും? P0 ഈസ് ഈക്വൽ എന്ത് മാറും? h ഇൻറ്റു റോ ഇൻറ്റു ജി പ്ലസ് എ അല്ലേ. ഇവിടെ പുതിയ h ആയിരിക്കും, അതിനെ h' എന്ന് വിളിക്കാം. h' ഇൻറ്റു റോ ഇൻറ്റു ജി പ്ലസ് എ. എലിവേറ്റർ A ആക്സിലറേഷനിൽ മുകളിലോട്ട് പോവുക. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബാരോമീറ്റർ എന്തായാലും നമുക്ക് എന്ത് തന്നെ അളന്നു തരുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെ P0 തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്? എന്തായാലും അളന്നു തരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം
ഇവിടെ P0 ആണ്. എ ആക്സലറേഷന് മുകളിലോട്ട് പോയാലും അറ്റ്മോസ്ഫിയർ പ്രഷർ മാറുന്നൊന്നുമില്ലല്ലോ. വെസൽ മൊത്തത്തിൽ മുകളിലോട്ട് പോകുന്നുണ്ട്, അതൊക്കെ ഓക്കെ, അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എലിവേറ്ററിനകത്തുള്ള അറ്റ്മോസ്ഫിയറിന് വല്ല വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുന്നില്ല, അന്നേരം വ്യത്യാസമൊന്നുമില്ല, അത് P0 തന്നെ. അപ്പോൾ ബാരോമീറ്റർ എന്ത് തന്നെ തരണം? P0 തന്നെ നമുക്ക് എന്ത് ചെയ്യണം? തരുകയും വേണം, അല്ലയോ? ഈ ഹൈറ്റിലുള്ള പ്രഷർ എന്തായാലും എന്ത് തന്നെ ആയിരിക്കണം? P0 തന്നെ ആയിരിക്കണം തരുന്നത്. അത് P0 ആണ്. പക്ഷേ അപ്പോൾ ഇക്വേഷൻ എന്ത് ചെയ്യും? ഇത് പുതിയൊരു ഹൈറ്റിലോട്ട് മാറും, അല്ലേ? എച്ച് എന്ന് പറയുന്നത് പുതിയൊരു ഹൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, ആക്സലറേഷൻ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ ലിക്വിഡിനുണ്ടാകുന്ന റൈസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അത് H' ആവും, റോ ആവും, G+A ആവും. ഇനി ഇതാ നോക്കിയേ, ആക്സലറേഷൻ മുകളിലോട്ട് പോകുകയാണെങ്കിൽ G അല്ല G+A എന്ന് എഴുതണം, നമ്മൾ കണ്ടതാണ്. ഇനി ഇതാ നോക്കിയേ, ഇതൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയേ, ഇവിടെ GA ഉള്ളൂ, ഇവിടെ G+A ഉണ്ട്. അതായത് ഈ ടേം, മൂന്നാമത് എഴുതിയേക്കുന്ന ടേം ഇവിടെ എന്ത് ചെയ്തു? കൂടി. അങ്ങനെയാണെങ്കിൽ ഈ H എന്ത് ചെയ്യണം? കുറയണ്ടേ? കാരണം ഇതും P0 ഇതും P0. ഈ ടേം ഒന്ന് കൂടി ആ മൂന്നാമത് എഴുതിയേക്കുന്ന ടേം, റോയ്ക്ക് വ്യത്യാസമൊന്നും ഇല്ലാതെ അതേപോലെ തന്നെ മൂന്നാമത് എഴുതിയേക്കുന്ന ടേം ഇവിടെ എന്താ? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ H ഇവിടെ എന്ത് ചെയ്യണം? കുറഞ്ഞ് നിൽക്കണം. എങ്കിലല്ലേ ഈ വാല്യൂ എന്ത് ചെയ്യൂ? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ, ആണല്ലോ. സോ ഇവിടെ G ആണ്, ഇവിടെ G+A ഉണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ ടേം എന്ത് ചെയ്തു? ഇവിടെ നിന്ന് കൂടി. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് H എന്ത് ചെയ്യണം? കുറയണം. സോ H' എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ H ആയിരിക്കും. ഓക്കെ, സോ 76-നെക്കാട്ടി എന്തായിരിക്കും? താഴെ ആയിരിക്കും ഈ H' എന്ന് പറയുന്നത്. സോ H' എന്തായിരിക്കും? ലെസ് ദാൻ 76 സെൻറ്റിമീറ്റർ. C ആയിരിക്കും എന്തോന്ന്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ. സോ അങ്ങനെ ഇതാ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 copper vessel of A and B have same base area but different shapes. A takes twice volume of water as B requires to fill up to a particular common height. Then the correct statement among the following is. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് കണ്ടെയ്നർ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലയോ? 2 കണ്ടെയ്നർ തന്നിട്ടുണ്ട്. 2 കണ്ടെയ്നറിൻ്റെയും ബേസ് ഏരിയ എന്ത് തന്നെയാണ്? സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷേപ്പ് എന്തായിരിക്കാം? ഡിഫറൻ്റ് ആയിരിക്കാം. ഓക്കെ, ഷേപ്പ് ഡിഫറൻ്റ് ആയിരിക്കാം. ഒരു പർട്ടിക്കുലർ H ഹൈറ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടിലും ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നേക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? A takes twice the volume of water as B requires to fill. ബിയിൽ കൊള്ളുന്ന വാട്ടറിൻ്റെ ട്വൈസ് വോളിയം എവിടെ കൊള്ളും? എയിൽ കൊള്ളും. ഓക്കെ, സെയിം ഹൈറ്റ് വരാൻ നിറച്ചേക്കുന്നത്, പക്ഷേ ബിയിലുള്ള വാട്ടറിനെക്കാട്ടിയും ട്വൈസ് വോളിയം എവിടെ ഉണ്ട്? എയ്ക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റായിരിക്കും, അല്ലേ? വെസൽ ബി വെയിറ്റ്സ് ട്വൈസ് ദാറ്റ് ഓഫ് എ. കാരണം എയിലാണ് കൂടുതൽ വെള്ളം കൊള്ളുന്നത്. അപ്പോൾ എ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ബിയേക്കാൾ വെയിറ്റ് കൂടുതലുള്ളത്. ഓക്കെ, ബീക്കറിൻ്റെ വെയിറ്റ് സെയിം ആണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? തെറ്റാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ തെറ്റാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ പ്രഷർ ഓൺ ദ ബേസ് ഏരിയ ഓഫ് വെസൽ എ ആൻഡ് ബി ആർ സെയിം. ഓക്കെ, ബേസിലുള്ള ഇവിടെയുള്ള പ്രഷർ എയിലും ബിയിലും എന്താണെന്ന്? സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സെയിമാ, കാരണം ഇവിടെയുള്ള പ്രഷർ എത്ര നമുക്കറിയാം? H ഹൈറ്റിലാണ് നിറച്ചേക്കുന്നത്, ഇവിടെ H ഹൈറ്റിലാണ് നിറച്ചേക്കുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? H ρg. സെയിം ഫ്ലൂയിഡാണ് നിറച്ചേക്കുന്നത്, H ρg. രണ്ടിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലേ? അപ്പം ബേസിലുള്ള പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ P0 + H ρg. നെറ്റ് പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ P0 + H ρg എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെ? ഇവിടെയും P0 + H ρg, ഇവിടെയും P0 + H ρg. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? മൂന്നാമത്തെ എന്താ? പ്രഷർ ഓൺ ദ ബേസ് ഏരിയ ഓഫ് എ ആൻഡ് ബി ഈസ് നോട്ട് സെയിം. അപ്പോൾ അത് തെറ്റാണ്. ബോത്ത് വെസൽസ്, 2 വെസലും സെയിം വെയിറ്റ് ആയിരിക്കും, അതും തെറ്റാണ്. സോ ഓപ്ഷൻ 2 ആയിരിക്കും തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാ നോക്കിയേ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ബോത്ത് വെസൽസ് എ ആൻഡ് ബി. ഓക്കെ, 2 വെസലുണ്ട്. യൂട്യൂബ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൻസിറ്റി ഓഫ് ദ ഓയിൽ. ഓയിലിൻ്റെ ഡെൻസിറ്റി, താണ്ട് ഇവിടെ നിറച്ചിരിക്കുന്ന ഓയിലിൻ്റെ ഡെൻസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതാ നോക്കിയേ, ഡെൻസിറ്റി ഓഫ് ഓയിൽ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ പോയിന്റിലെയും പ്രഷർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. PAയും PBയും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. സോ PA ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? PB എന്ന് പറയാം. ഇനി PAയിലെ പ്രഷർ എന്താ? PAയിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ, P0 പ്ലസ് പിന്നെന്തുണ്ട്? H ρg ഉണ്ടല്ലോ, ഈ വാട്ടർ കോളം കൊണ്ടുള്ള പ്രഷർ ഉണ്ടല്ലോ, അതെത്ര? H എത്ര? 15. ഡെൻസിറ്റി എത്ര? ഡെൻസിറ്റി നമുക്ക് വാട്ടറിൻ്റെ 1000 kg/m³ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 15 സെൻറ്റിമീറ്ററിൽ എഴുതുന്നത് നമുക്ക് എന്ത് ചെയ്യാം? CGS സിസ്റ്റം യൂസ് ചെയ്യാം. CGS ഉപയോഗിച്ച് എത്ര? 1 g/cm³. സോ H ρg. അങ്ങനെ തന്നെ കിടക്കട്ടെ. ഓക്കെ, H ρg. ഇനി ഇതേ സാധനമായിരിക്കും എവിടെ കിട്ടുന്നത്? PBയിലും കിട്ടുന്നത്. PBയിൽ എന്തായിരിക്കും? P0 പ്ലസ് H ρg. ഇവിടെ H എത്ര? 20 ഇൻറ്റു റോ എത്ര? നമുക്കറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ഇൻറ്റു G.
P0 രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 15 ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു റോ ഓയിൽ അല്ലയോ, ഇത് ഓയിലിൻ്റെ റോ ഓയിൽ ഇൻറ്റു ജി രണ്ടിടത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ റോ ഓയിൽ ഈസ് ഈക്വൽ ടു എത്ര, 15/20 എന്ന് വരും. ഓക്കെ, 15/20 എത്ര സെൻറ്റിമീറ്റർ പെർ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് വരുന്നത്. ഓക്കെ, സോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, 15/20 എത്ര കിട്ടുമെന്ന് നോക്കാം. ആദ്യമേ 5 കൊണ്ട് കട്ട് ചെയ്ത് എന്ത് കിട്ടും, 3/4 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടിയത്. എത്ര കിട്ടിയത്, ഗ്രാം പെർ സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് ചെയ്യണം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി, 3/4 ഇൻറ്റു ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 10⁻³ ഇല്ലയോ, ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കാൻ 10⁻6 മീറ്റർ ക്യൂബ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 3/4 ഇൻറ്റു 10⁻³ മേളിൽ പോകുമ്പോൾ 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 3000 ഡിവൈഡഡ് ബൈ 4 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വിച്ച് ഈസ് ഈക്വൽ ടു 3000 ഡിവൈഡഡ് ബൈ 4 എത്ര, 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും എന്തെന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്സ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ്. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വിസ്കോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ്ട് ഇത്ര ആലോചിച്ച് വെച്ചിരിക്കുക. ടെമ്പറേച്ചർ കൂടുകയെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി ആണെങ്കിൽ, ഫ്ലൂയിഡ്സിൻ്റെ മൊത്തത്തിലുള്ള കാര്യമാണേ പറയുന്നത്. അതിനകത്ത് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആവാം, ഗ്യാസും ആവാം. സോ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി എപ്പോഴും എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, ലിക്വിഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, സോ നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എടുക്കുക. ആ ഫ്ലൂയിഡിനെ ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ വിസ്കോസിറ്റി കുറയും. അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. വിസ്കോസിറ്റി കുറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻറ്റേർണലിയുള്ള അതിൻ്റെ ഫ്രിക്ഷൻ എല്ലാം കുറയും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. സോ എപ്പോഴും ആലോചിക്കുക, ലിക്വിഡില്ലാത്ത ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നേരെ തിരിച്ച് ഗ്യാസിലാണെങ്കിലോ ഇതിന് നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും, ഗ്യാസിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഗ്യാസ് ആണെങ്കിൽ ഗ്യാസിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും, കൂടും. കാരണം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഗ്യാസ് ആണെങ്കിൽ ആ മോളിക്യൂൾസിന് എന്ത് ചെയ്യും, എനർജി കൂടുതൽ കിട്ടും. എനർജി കൂടുതൽ കിട്ടുമ്പോൾ ഇത് തങ്ങളിൽ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് എന്ത് ചെയ്യും, കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാസ് തങ്ങളിൽ കൂടുതൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസിൻ്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ, അതിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. സോ ഇത് രണ്ടും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റാണ്. സോ നമുക്ക് നോക്കാം, ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസ് ചെയ്യും. ഒരിക്കലും ഇല്ല, ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. ഇനി വിസ്കോസിറ്റി ഓഫ് ബോത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഇൻക്രീസ്, അത് തെറ്റാണ്. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്, നമുക്കറിയാം. അതും തെറ്റാണ്. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് ആണെന്തോന്ന് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണെന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും, കുറയും. അതേപോലെ ഗ്യാസിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, സോ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 5 mm falling through a tank of oil at room temperature is 10 cm/s. ഓക്കെ, ടെർമിനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് എത്ര, 10 cm/s. ദ വിസ്കോസിറ്റി ഓഫ് ഓയിൽ അറ്റ് റൂം ടെമ്പറേച്ചർ ഇസ് 0.9 kg/m/s. ഓക്കെ, വിസ്കോസിറ്റി എത്ര തന്നിട്ടുണ്ട്, 0.9 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ ദ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, കണ്ടുപിടിക്കാനാണ്. വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, F = 6π∗RV. ടെർമിനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, 6 നമുക്കറിയാം, പൈ നമുക്കറിയാം. ഈറ്റയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എത്ര തന്നിരിക്കുന്നത്, 0.9 kg/m/s. അത് SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് അല്ലയോ. സോ 0.9 ഇൻറ്റു ആർ എത്ര തന്നിരിക്കുന്നത്, 10 cm/s. നമുക്ക് അതിന് എന്ത് ചെയ്യണം, m/s ആക്കണം. നമുക്കെല്ലാം SI യൂണിറ്റ് ചെയ്യാം അല്ലേ. ഈറ്റ SI യൂണിറ്റിലേ നിൽക്കുന്നത്. സോ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, SI യൂണിറ്റിലാക്കാം. നമുക്കിവിടെ ന്യൂട്ടണിലാക്കി കിട്ടേണ്ടത്. സോ SI യൂണിറ്റ് ചെയ്യാമല്ല. ടെമ്പറേച്ചർ 10 cm/s വെലോസിറ്റി നിൽക്കുന്നത്. അതേപോലെ 5 mm എന്ത് നിൽക്കുന്നത്, റേഡിയസ് തന്നിരിക്കുന്നത് അല്ലേ. സോ ആറിന് പകരം 5 ഇൻറ്റു മില്ലിമീറ്ററിന് മീറ്റർ ആക്കാൻ 10⁻³ ഇൻറ്റു വെലോസിറ്റി തന്നിട്ടുണ്ട് 10 cm/s. അതിനെ m/s ആക്കാൻ 10 × 10⁻² m/s ആവും.
ഓക്കെ. സോ വാല്യൂസ് എല്ലാം ആയി. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 6 ഇൻറ്റു പൈ ഇൻറ്റു 0.9 വേണമെങ്കിൽ 9/10 എന്ന് എഴുതാം അല്ലയോ? 9/10 എഴുതി കഴിഞ്ഞാൽ ഈ 10 ആ 10 കൂടെ ക്യാൻസൽ ആയി പോകും. സോ 9 ഇൻറ്റു 5 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻² എന്താവും? 10⁻⁻5 ആവും. ഓക്കെ. അപ്പോൾ 0.9 എന്താ എഴുതുന്നത്? 9/10 എന്ന് എഴുതാം. ആ 10ഉം ഈ 10ഉം കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സോ 9 ഇൻറ്റു ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 5 30, 30 ഇൻറ്റു 9 270 അല്ലേ? സോ 270 പൈ ഇൻറ്റു 10⁻⁻5 വിച്ച് ഈസ് ഈക്വൽ ടു, അതാ നോക്കിയാൽ ഇവിടെ പൈക്ക് 3.14 എന്ന് പറയുന്ന വാല്യൂ എടുക്കുക. നിങ്ങൾ 3 എന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക. ഓക്കെ. ഇപ്പോൾ ഇവിടെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും അങ്ങനെ അടുത്തടുത്ത് കിടപ്പില്ല. ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും കിടപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പൈക്ക് 3 ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം. 3 അസ്യൂം ചെയ്യുമ്പോൾ നമുക്കറിയാം 27 ഇൻറ്റു 3 എന്ത് കിട്ടും? 81 കിട്ടും അല്ലയോ? സോ 270 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? അപ്പം 810 എന്ന് കിട്ടും. സോ 810 ഇൻറ്റു 10⁻⁵ അപ്രോക്സിമേറ്റ് ചെയ്തേക്ക് വന്നേ 3 ആയിട്ട്. ജസ്റ്റ് ആ വാല്യൂ കണ്ടുപിടിക്കാൻ കുത്തിയിരുന്ന് നമ്മൾ കണക്കെല്ലാം ചെയ്യേണ്ട ആവശ്യം ഇല്ല. വാല്യൂസ് ഒന്നും ക്ലോസ് റേഞ്ചിൽ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. ഇവിടെ 8.48 രണ്ടിടത്തും ഉണ്ട്. പക്ഷേ ഒന്ന് 10⁻3 ഒന്ന് 10⁻5 ഇവിടെ രണ്ട് വാല്യൂസ് ക്ലോസ് റേഞ്ചിലുണ്ട്. പക്ഷേ ഒന്ന് 10⁻6 ഒന്ന് 10⁻3 വാല്യൂസ് ഒന്നും ക്ലോസ് റേഞ്ചിൽ അല്ല. സോ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ വാല്യൂ കറക്റ്റുള്ള വാല്യൂ ഇട്ട് കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം. ഓക്കെ. സോ 810 ഇൻറ്റു 10⁻5 എന്ന് കിട്ടും. നമുക്ക് അങ്ങനെ കിടപ്പുണ്ടോ? 10⁻5 വന്നാൽ 8.48 അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 10⁻³ ആണെങ്കിൽ, അതായത് നോക്കിയാൽ 10⁻5 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു 100 കൊണ്ട് 10⁻2 കൊണ്ട് ഡിവൈഡ് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? 10⁻³ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? 8.1 ഇൻറ്റു 10⁻³ എന്ന് വരത്തില്ലയോ? -5 ഇൻറ്റു +2 ആകുമ്പോൾ -5 + 2 എന്താവും? -3 ആവും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 810/100 എത്ര? 2 സ്ഥാനം മാറ്റി കുത്തിടണം. 8.1 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അപ്രോക്സിമേറ്റ് ചെയ്തേക്കുന്നത് 8.4 3 ഇട്ടോണ്ട 3.14 ഇട്ടായിരുന്നു. നമുക്ക് ഏകദേശം ഏത് വാല്യൂ കിട്ടിയാനെ? 8.48 ഇൻറ്റു 10⁻² എന്നും പറഞ്ഞ് കിട്ടിയാനെ. ഓക്കെ. സോ ആൻസർ എന്തായിരിക്കും? ഇവിടെ കാണുമ്പോൾ അറിയാം. ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. സോ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Two small spherical metal balls having equal masses are made from materials of density ρ1 and ρ2. അപ്പോൾ രണ്ട് സെയിം മാസമുള്ള രണ്ട് ഡിഫറെൻറ്റ് ബോഡീസ് ഉണ്ട്. ഒന്നിൻ്റെ ഡെൻസിറ്റി ρ1, അടുത്തതിൻ്റെ ഡെൻസിറ്റി ρ2. അതേപോലെ ρ1 ρ2 തമ്മിൽ റിലേഷൻ തന്നിട്ടുണ്ട് അല്ലയോ? ρ1 ഈസ് ഈക്വൽ ടു എത്ര? 8 ρ2 എന്ന് റിലേഷൻ തന്നിട്ടുണ്ട്. അതേപോലെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റിൻ്റെത് 1 mm² ആണ്, രണ്ടാമത്തേൻ്റെ 2 mm² ആണ്. ഓക്കെ. മാസ് രണ്ട് സെയിമാണ്, പക്ഷേ ഡെൻസിറ്റീസ് വ്യത്യാസമാണ്. ഒരെണ്ണത്തിന് 1 mm² ആണ്, അടുത്തതിൻ്റെ ഇതെത്ര? 2 mm² ആണ്. എന്തോന്ന്? സോറി 2 mm ആണ്. എന്തോന്ന്? അതിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നത്. ഓക്കെ. റേഡിയസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? they are made to fall vertically in a viscous medium whose coefficient of viscosity equals eta, whose density is 0.1 ρ2. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ബോഡി എന്ത് ചെയ്തേക്കുക? ഒരു ലിക്വിഡിൽ എന്ത് ചെയ്തേക്കുക? ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്തേക്കുക. ഓക്കെ. ലിക്വിഡിലൂടെ അത് എന്ത് ചെയ്യുക? ഒരു v വെലോസിറ്റിയിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഓക്കെ. സോ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എത്ര തന്നിട്ടുണ്ട്? ലിക്വിഡ് എന്ന് വിളിക്കാം, L. അത് എത്ര തന്നിട്ടുണ്ട്? 0.1 ρ2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. The ratio of their terminal velocities will be. ടെർമിനൽ വെലോസിറ്റിൻ്റെ റേഷ്യോസാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ബോഡി എന്ന് വിചാരിക്കുക, സെക്കൻഡ് ബോഡി എന്ന് വിചാരിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? Vt1 ഡിവൈഡഡ് ബൈ Vt2. നമുക്കറിയാം Vt1/V2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു? R1² ബൈ Vt1/Vt2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? R1² ബൈ R2² നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ എഴുതണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എപ്പോഴായിരുന്നു? നമുക്കറിയാം ഡെൻസിറ്റി ഒരു ലിക്വിഡിനകത്ത് രണ്ട് ബോഡീസ് ഇങ്ങനെ ഫോളോ ചെയ്യുകയെന്ന് വിചാരിക്കുക. ആ രണ്ട് ബോഡിയുടെ ഡെൻസിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇങ്ങനെ റിലേഷൻ എഴുതാമായിരുന്നു. ഡെൻസിറ്റീസ് സെയിം അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിലേഷൻ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമുക്കവിടെ ക്യാൻസൽ ചെയ്യാതെ പോകുന്ന വേറെ ടേമുകൾ കാണും. ഓക്കെ. Vt1 നമുക്ക് എങ്ങനെ എഴുതാം? 2/9 R1² G ഇൻറ്റു 2/9 ഈറ്റ R² G ഇൻറ്റു റോ ബോഡി മൈനസ് റോ ലിക്വിഡ്. അങ്ങനെ ആയിരുന്നല്ലോ ഇക്വേഷൻ വരുന്നത്. നമുക്കറിയാം 2/9 ഈറ്റയും എല്ലാം എന്ത് തന്നെയാണ്? ലിക്വിഡിൻ്റെയാണ്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യും? ആ 2/9 ഈറ്റ ലിക്വിഡിൻ്റെ ഈറ്റയും എല്ലാം എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ക്യാൻസൽ ആവാത്ത ടേമുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം R1² മുകളിലുണ്ട് ഇൻറ്റു ആ റോ ബോഡി മൈനസ് റോ ലിക്വിഡ് എന്ന് പറയുന്ന ടേം ക്യാൻസൽ ആവത്തില്ല അല്ലയോ?
താഴത്ത് മേളിൽ വരുമ്പോൾ റോ 1 ആയിരിക്കും. ഇത് മേളിൽ വരുമ്പോൾ എന്തായിരിക്കും? റോ 1 ആയിരിക്കും. താഴെ വരുമ്പോൾ എന്തായിരിക്കും? R2² ഇൻറ്റു റോ 2 മൈനസ് റോ എൽ എന്ന് വരും. ഓക്കെ, ബാക്കി ടേമുകളെല്ലാം എന്ത് ചെയ്യും? ക്യാൻസൽ ആകും. ബാക്കി വരുന്ന ടേമുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഇക്വേഷൻ അറിയാം. 2/9 ഈറ്റ R² G ഇൻറ്റു റോ ബോഡി മൈനസ് റോ ലിക്വിഡ്. ഇങ്ങനെയല്ലായിരുന്നു ഇക്വേഷൻ. സോ 2ഉം 9ഉം അതൊക്കെ ക്യാൻസൽ ആയി പോകും. R² ഫസ്റ്റ് ബോഡി ആകുമ്പോൾ R1 ആവും, സെക്കൻഡ് ബോഡി ആകുമ്പോൾ R2 ആവും. സോ അത് ക്യാൻസൽ ആകത്തില്ല, G ക്യാൻസൽ ആയി പോകും. ഇവിടെ നമുക്ക് ഡെൻസിറ്റീസ് രണ്ട് ബോഡിയുടെയും വ്യത്യാസമായതുകൊണ്ട് ഇത് റോ B1 റോ ലിക്വിഡ് ആയിരിക്കും. താഴെ വരുമ്പോൾ സെക്കൻഡ് ബോഡിയുടെ റോ 2ഉം റോ ലിക്വിഡ് ആയിരിക്കും. സോ ആ ടേമുകൾ എന്ത് ചെയ്യുന്നില്ല? ക്യാൻസൽ ആയി പോകുന്നില്ല. അതും കൂടെ കാണും. ഓക്കെ. സോ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി, ഇക്വേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, R1/R2². R1² എത്ര? R1 എത്ര? 1 മില്ലിമീറ്റർ. R2 എത്ര? 2 മില്ലിമീറ്റർ. സോ R1²/R2² ഉണ്ട്. സോ മീറ്ററിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൺവേർട്ട് ചെയ്താലും ഇത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അതെല്ലാം ക്യാൻസൽ ആയി പോയിക്കോളും. സോ ജസ്റ്റ് എന്ത് ചെയ്യുക? 1 R2 എത്ര? 2 2ൻ്റെ സ്ക്വയർ എത്ര? 4. ഓക്കെ, മുകളിൽ മില്ലിമീറ്റർ, താഴെ മില്ലിമീറ്റർ ആയതുകൊണ്ട് അതെന്ത് ചെയ്തോളും? അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയിക്കോളും. ഇൻറ്റു മേളിൽ റോ 1 മൈനസ് റോ എൽ. റോ 1 എത്ര? റോ 1 എന്ന് പറഞ്ഞാൽ 8 റോ 2 ആണ്. ഓക്കെ, എല്ലാ റോ 2ൻ്റെ ടൈംസ്, ലിക്വിഡും റോ 2ൻ്റെ ടൈംസ് കിടപ്പുണ്ട്, റോ 1ഉം റോ 2ൻ്റെ ടൈംസ് കിടപ്പുണ്ട്. സോ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യുക? ഇനി റോ 2ലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ റോ 1 എന്ന് പറഞ്ഞാൽ എത്ര? 8 റോ 2 ആണ്. സോ അതിന് വരെ 8 റോ 2 എന്ന് എഴുതാം. മൈനസ് റോ എൽ എന്ന് പറഞ്ഞാൽ എത്ര? 0.1 റോ 2 ആണ്. 0.1 റോ 2 ഡിവൈഡഡ് ബൈ താഴെ എന്താ വരുന്നത്? റോ 2 തന്നെ റോ 2 ആയിട്ട് തന്നെ എഴുതി. മൈനസ് റോ എൽ എത്ര? 0.1 റോ 2. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. സോ 1/4 ഇൻറ്റു റോ 2 എല്ലാ ടേമിലും കോമൺ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ മേളിൽ നിന്നെല്ലാം റോ 2 കോമൺ എടുക്കുന്നു, താഴെ നിന്നെല്ലാം റോ 2 കോമൺ എടുക്കുന്നു, ക്യാൻസൽ ചെയ്ത് കളയുന്നു. ബാക്കി എന്തുകൊണ്ട്? 8 മൈനസ് 0.1 ഡിവൈഡഡ് ബൈ ഇവിടെ 1 മൈനസ് 0.1. കണ്ടോ? റോ 2 എല്ലാത്തിൽ നിന്നും എടുത്ത് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 8 മൈനസ് 0.1 എത്ര? 7.9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.1 എത്ര? 0.9 വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു കാണുമ്പോൾ തന്നെ അറിയാം 7.9/0.9, അല്ലെങ്കിൽ നമുക്ക് പറയാം 79/9 എന്ന് പറയാം. 79/9. ഓക്കെ. സോ ആൻസർ എന്താവും? വിച്ച് ഈസ് ഈക്വൽ ടു 9 × 4 എത്ര? 36. മുകളിൽ എത്ര? 79. സോ 79/36 ഇതായിരിക്കും തോന്നുന്നു നമ്മുടെ റേഷ്യോ. ഓപ്ഷൻ എ ആയിരിക്കും തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിളായിട്ട് ചെയ്തൂടെ? സിമ്പിളായിട്ട് ചെയ്യാം. നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The velocity of a small ball of mass m and density d when dropped in a container filled with glycerin becomes constant after some time. If the density of glycerin is d/2, then the viscous force acting on the ball will be. Okay. So നമുക്കറിയാം ഇതെന്ത് ചെയ്തു? ഒരു m മാസുള്ള d ഡെൻസിറ്റി ഉള്ള ഒരു ബോഡി എന്ത് ചെയ്തു? ഒരു ബോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ഗ്ലിസറിനകത്തോട്ട് എന്ത് ചെയ്യുക? ഇമ്മേഴ്സ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഗ്ലിസറിനകത്തോട്ട് ഇട്ടപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് നേരം ഇങ്ങനെ പോയി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ എന്ത് ചെയ്തു? ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, അല്ലയോ? കണ്ടോ നോക്കിയേ, ഗ്ലിസറിൻ ബിക്കംസ് കോൺസ്റ്റന്റ് ആഫ്റ്റർ സം ടൈം. കണ്ടോ? ആ വെലോസിറ്റി എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് ആയി. അതായത് അത് എന്തിലെത്തി? അത് ക്രിട്ടിക്കൽ വെലോസിറ്റിയിലെത്തി, അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റിയിലെത്തി. ഓക്കെ. ഇനി ഡെൻസിറ്റി ഓഫ് ഗ്ലിസറിൻ എത്ര തന്നിരിക്കുന്നത്? d/2 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ദ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. F is equal to എന്താ? 6π(η)R(V) ടെർമിനൽ. ഓക്കെ. ഇത് ടെർമിനൽ വെലോസിറ്റിയിൽ എത്തി എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലായി. കാരണം എന്താ? അതാ പറഞ്ഞിട്ടുണ്ട്, ദ വെലോസിറ്റി ഓഫ് സ്മോൾ ബോൾ എന്ത് ചെയ്തു? കുറച്ച് നേരം കഴിഞ്ഞപ്പം കോൺസ്റ്റന്റ് ആയി. അതായത് ആ വെലോസിറ്റി ഇങ്ങനെ മാറി ചേഞ്ച് ചെയ്ത് വന്ന് വെലോസിറ്റി എന്തായി? കോൺസ്റ്റന്റ് ആയി. ഒരു ഫ്ലൂയിഡിനകത്തൂടെ ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയെന്ന് പറഞ്ഞാൽ അത് എന്തിലെത്തിയെന്ന അർത്ഥം? അത് ക്രിട്ടിക്കൽ വെലോസിറ്റിയിൽ എത്തിയെന്ന അർത്ഥം. ഓക്കെ ആണോ? ഓക്കെ. സോ ഈ വെലോസിറ്റി എന്ത് വെലോസിറ്റി? അത് ടെർമിനൽ വെലോസിറ്റിയാണ്. ഓക്കെ. സോ ടെർമിനൽ വെലോസിറ്റി ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് വി കണ്ടുപിടിക്കാനായിട്ട് 6π(η)R ഇൻറ്റു നമുക്ക് വാല്യൂസ് വേറെ വല്ലത്തിൻ്റെ വാല്യൂസ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് വി ടി എന്താണെന്ന് അറിയാം. വി ടി ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? 2/9(η)R² ഇൻറ്റു ജി ഇൻറ്റു റോ ബോഡി മൈനസ് റോ ലിക്വിഡ്. ഇങ്ങനെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, അറിയാം. അങ്ങനെയാണെങ്കിൽ അതെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വി ടിക്ക് വരെ നമുക്ക് അത് കൊടുക്കാം. 2/9R² ഇൻറ്റു റോ ബി മൈനസ് റോ എൽ. ബോഡിയുടെ ഡെൻസിറ്റി എത്ര? ഡി. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എത്ര? d/2 ഇൻറ്റു എന്തുണ്ടായിരുന്നു? ഒരു ജി ഉണ്ടായിരുന്നു, അല്ലയോ? ജി ഞാൻ അവസാനം എഴുതിയതാണ്. ഓക്കെ. സോ ഈ ജി ഞാൻ അവസാനം എഴുതിയതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്താ നോക്കിയേ,
ഇവിടെ നമുക്ക് വേണമെങ്കിൽ 6ഉം 9ഉം കൂടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 2 ആവും, ഇത് 3 ആവും. ഓക്കെ, 2 × 2 എന്താവും? 4 ആവും. 4π r² ആറും കൂടെ എന്താവും? r³ ആവും. അപ്പോൾ 4π r³ ഈറ്റ എന്ത് ചെയ്യും? ഈറ്റ കട്ട് ചെയ്ത് പോലും ഇവിടെ ഒരു ഈറ്റ ഉണ്ടായിരുന്നു അല്ലേ? 2/9 ഈറ്റ. സോ ഈറ്റ ഉണ്ടായിരുന്നു. ഈ ഈറ്റ എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. ഇനി 4π r³ ഇൻറ്റു d - d/2 അതെന്താ വരും? d/2 വരും. d - d/2 എത്ര? d/2 ഇൻറ്റു g. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ ഒരു 3 ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ. സോ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. എന്താ നോക്കിയാൽ 4/3 πr³ എന്ന് പറഞ്ഞാൽ എന്താ? 4/3 πr³. ഈ ബോഡി, ആ റേഡിയസ് ഉള്ള ഈ ബോഡിയുടെ എന്താണത്? വോളിയം അല്ലയോ? അതൊരു സ്പെറിക്കൽ ബോഡി അല്ലയോ? സോ അതിൻ്റെ വോളിയം അല്ലയോ അത്? സോ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നല്ലയോ? ആ എം മാസമുള്ള ആ ബോഡിയുടെ ഡെൻസിറ്റി എത്ര തന്നിട്ടുണ്ട്? d ആണ് തന്നിട്ടുണ്ട്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? മാസ് അല്ലയോ അത്? ബോഡിയുടെ മാസ് എത്ര തന്നിട്ടുണ്ട്? m ആണെന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. സോ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കിടക്കുന്ന സാധനം എന്താ ശരിക്കും പറഞ്ഞത്? മാസ. ഓക്കെ, സോ 4/3 πr³ ഇൻറ്റു ഡെൻസിറ്റി അതെന്താണത്? മാസാണ്, ആ ബോഡിയുടെ മാസ. ഓക്കെ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സോ ബോഡിയുടെ ഡെൻസിറ്റി d ആ. സോ വോളിയം ഇൻറ്റു ഡെൻസിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം? മാസ് എന്ന് എഴുതാം. ഒരു g അവിടെ ഉണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈസി ആയിട്ട് ആൻസർ കിട്ടും. എത്ര? mg ഡിവൈഡഡ് ബൈ 2. സിമ്പിൾ അല്ലയോ? നമുക്ക് ആകെ അറിയേണ്ട ഇക്വേഷൻ എന്താ? ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യണം. എന്താണ് ഈ ഇക്വേഷൻ? നമുക്ക് അറിയണം. അതേപോലെ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനും അറിയണം. ഇത് രണ്ടും അറിയാമെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ നീറ്റ് 2019 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് എന്താണെന്നിരിക്കുന്നത്? ഒരു സ്മോൾ ഹോൾ ഉണ്ട്, 2 mm² ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോട്ടം ഓഫ് എ ഫുള്ളി ഫിൽഡ് ഓപ്പൺ ടാങ്ക് ആണ്. ബോട്ടം എന്ത് ചെയ്തേക്കുക? ഫുള്ളി ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ബോട്ടം വരെ എന്ത് ചെയ്തേക്കുക? ഫുള്ളി ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ഹൈറ്റ് എത്ര ഉണ്ട്? 2 മീറ്റർ ഉണ്ട്. ഓക്കെ, സോ വി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ? √2g എത്രാമത്തെ ഹൈറ്റിലായ? മേളിൽ നിന്ന് എത്ര ഹൈറ്റില്ല? നമുക്കറിയാം ടാങ്ക് എന്ത് ചെയ്തേക്കുക? ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ടാങ്കിന് എത്ര ഹൈറ്റ് ഉണ്ട്? 2 മീറ്റർ. എവിടെ ഹോൾ ഇട്ടേക്കുന്നത്? ഏറ്റവും താഴെ. സോ ആ എച്ച് എത്ര ആയിരിക്കും? മേളിൽ നിന്ന്, കണ്ടെയ്നറിൻ്റെ മേളിൽ നിന്ന് ഏറ്റവും താഴെ വരെ. അതായത് എത്ര മീറ്റർ തന്നെയാണ്? 2 മീറ്റർ തന്നെയാണ്. ഓക്കെ, നമ്മുടെ കണ്ടെയ്നർ ഫുള്ളി ഫിൽഡ് ആയിരുന്നു. കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് എത്ര? 2 മീറ്റർ ആയിരുന്നു. ഹോൾ ഇട്ടേക്കുന്ന എവിടെ? ഏറ്റവും ബോട്ടത്തിൽ. സോ 2g. ഈ ഹൈറ്റ് എത്ര? ഹോൾ വരെയുള്ള ഹൈറ്റ് എത്ര? ലിക്വിഡിൻ്റെ അവിടെ നിന്ന് ഹോൾ വരെയുള്ള ഹൈറ്റ് എത്ര? 2 മീറ്റർ. സോ 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 × g × 2. ഓക്കെ, സോ 2√10 എന്ന ആൻസർ വരും. g എന്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ വെലോസിറ്റി കിട്ടി നമുക്ക് എത്ര? 2√10. വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ് അല്ലയോ? സോ 2√10 എന്ന് ആൻസർ കിട്ടി. ഇനി നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? റേറ്റ് ഓഫ് ഫ്ലോ ആണ് ചോദിച്ചേക്കുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ അതായത് വോളിയം ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഓക്കെ, വോളിയം ഫ്ലോയിങ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ അതെന്താ? dv/dt ആണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ dv/dt എന്ന് പറഞ്ഞാൽ ഇതേ സാധനത്തെ നമ്മൾ കണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നാണ് നമ്മൾ ആരെ ഉണ്ടാക്കിയെടുത്തത്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തത്. കാരണം വോളിയം, റേറ്റ് ഓഫ് വോളിയം അല്ലേ കിടക്കുന്നത്? വോളിയം പെർ സെക്കൻഡാണ് കിടക്കുന്നത് അല്ലയോ? dv/dt. സോ വോളിയത്തെ നമുക്ക് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം. ഏരിയ കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നൊരു സാധനം. ഏരിയയ്ക്ക് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു dl/dt എന്ന് എഴുതാം. dl/dt എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം എന്നുള്ള കോൺസെപ്റ്റ് അല്ലയോ? സോ വെലോസിറ്റി വരും a × v എന്ന് വരും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? വോളിയം ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ടൈം നമ്മൾ പഠിച്ചില്ലയോ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്കകത്ത് a1v1 = a2v2 നമ്മൾ പഠിച്ചില്ലയോ? നമുക്കറിയാം dv/dt എന്താണ്? എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. നമ്മളത് ചെയ്തിട്ടുണ്ട് അല്ലയോ? നമ്മൾ മുന്നേ കണ്ടതായിരുന്നു. കോൺസ്റ്റൻറ്റ് മാസ് എൻ്റർ ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ കൺസെപ്റ്റ് നമ്മൾ ആരെ എടുത്തു? dv/dt ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് എടുത്തു അല്ലയോ? വോളിയം ഫ്ലോ റേറ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് എടുത്തു. അങ്ങനെ വോളിയം ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ടാക്കാം അല്ലേ? AV = കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. സോ a1v1 = a2v2 എന്നുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കറിയാം വോളിയം ഫ്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ ഇൻറ്റു വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം ഇവിടെ താഴത്തെ ഏരിയ എത്ര? 2 mm². ഏരിയ എത്ര? 2 mm². ഈ ഹോളിൻ്റെ ഏരിയ. ഈ ഹോളിൽ കൂടെയുള്ള വെലോസിറ്റി എത്ര? വെലോസിറ്റി നമുക്ക് ഇപ്പോൾ കിട്ടിയ എത്ര? 2√10. സോ വോളിയം ഫ്ലോ റേറ്റ് എത്ര? വോളിയം ഫ്ലോ റേറ്റ് = നമുക്ക് പറയാം ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ഹോളിൻ്റെ ഏരിയ എത്ര? 2. ഓക്കെ, ഹോളിൻ്റെ ഏരിയ എത്ര? 2. ഹോളിൽ നിന്നുള്ള വെലോസിറ്റി എത്ര? 2√10. സോ
സോ 2 ഇൻറ്റു മില്ലിമീറ്റർ സ്ക്വയറിൽ അതിന് നമുക്ക് എന്താക്കണം എസ് ഐയിലാക്കണം, എല്ലാം എസ് ഐയിൽ കിട്ടണം. നമുക്ക് എന്ത് ചെയ്യണം? കണ്ട ഇവിടെ എസ് ഐയിലല്ലേ ആൻസർ എല്ലാം കിടക്കുന്ന, എസ് ഐ യൂണിറ്റില്ല. സോ എസ് ഐ യൂണിറ്റിലോട്ട് മാറ്റണം. മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ടാക്കണം. അപ്പോൾ എത്ര കിട്ടും? 10⁻⁻6 ആവും. ഓക്കെ, മില്ലിമീറ്ററിനെ മീറ്റർ ആകുമ്പോൾ 10⁻3. മില്ലിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ 10⁻3 ദ ഹോൾ സ്ക്വയർ എന്ന് ആലോചിച്ചാൽ മതി. സോ 10⁻6. ഓക്കെ, 2 ഇൻറ്റു 10⁻6 ഇൻറ്റു വെലോസിറ്റി എത്ര? 2√10 വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു √10 ഇൻറ്റു 10⁻6. നമ്മുടെ ആൻസറിലായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. അത് നമ്മൾ എന്താ വരാത്തത്? √10 എന്ന് കിടക്കുക. √10 നമുക്ക് എന്ത് ചെയ്യാം? 9. √9 എന്ന് പറഞ്ഞാൽ എത്ര? 3 അല്ലേ? അപ്പോൾ √10 എന്ന് പറഞ്ഞാൽ 3യെക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഓക്കെ, ജസ്റ്റ് √9 ആയിരുന്നെന്ന് വിചാരിക്കുക. നമുക്ക് അസ്യൂം ചെയ്യാം. ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് അസ്യൂം ചെയ്യാം? √9 ആയിരുന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? 3 വരുന്നത് അല്ലയോ? ഇവിടെ √9 ആയിരുന്നെങ്കിൽ 3 വന്നതിനെ 4 ഇൻറ്റു 3 എത്ര കിട്ടും? 12 കിട്ടും. ഓക്കെ, സോ 12 ഇൻറ്റു 10⁻6 എന്ന് അപ്രോക്സിമേറ്റ് കിട്ടും. ഓക്കെ, √10ൻ്റെ വാല്യൂ 3 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 12 ഇൻറ്റു 10⁻6 എന്ന് കിട്ടും. നമുക്കറിയാം √10 എന്തല്ല? 3 അല്ല, 3യേക്കാൾ കുറച്ചുകൂടെ എന്തായിരിക്കും? വലുതായിരിക്കും. സോ ഉറപ്പായിട്ടും എന്തായിരിക്കും? 12.6 എന്നുള്ളൊരു ആൻസർ ആയിരിക്കും വരുന്നത് അല്ലയോ? നമ്മളത് വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യാനൊക്കെ നിൽക്കണോ? വേണ്ട. ഓക്കെ, സോ ആൻസർ എന്ത് കിട്ടും? 12.6 ഇൻറ്റു 10⁻6 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ